എന്താണ് പാൻക്രിയാറ്റിക് ക്യാൻസർ? പാൻക്രിയാറ്റിക് ക്യാൻസർ നമ്മൾ പാൻക്രിയാസ് പറഞ്ഞ ഗ്രന്ഥി അവിടുന്ന് തുടങ്ങുന്ന ഒരു അർബുദമാണ്. പാൻക്രിയാസ് സാധാരണ നമ്മുടെ ശരീരത്തിൽ ഡൈജഷന് വേണ്ടിയിട്ട്, നമ്മൾ ഫുഡിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്ന, പിന്നെ ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രന്ഥിയിൽ ചില കോശങ്ങൾ കൺട്രോൾ ഇല്ലാതെ വളർന്നു വരുമ്പോൾ അത് മരിക്കാതെ കണ്ടിന്യൂസ് ഗ്രോത്ത് വരുമ്പോഴാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ. പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ് നമ്മുടെ ബോഡിയിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഡെഡ്ലി ക്യാൻസേഴ്സ്. വളരെ മോശമായൊരു ഔട്ട്കം, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ക്യാൻസറിൻ്റെ ഗ്രൂപ്പിലാണ്. അതിൽ ഒരു അഡ്വാൻസ് സ്റ്റേജായ ക്യാൻസറിന് അതിൻ്റെ ചികിത്സ ചെയ്താലും നമ്മളുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി യൂഷ്വലി 6 to 12 months ആണ് പറയാറ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് കാരണങ്ങൾ, എങ്ങനെയാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ വരുന്നത്? പ്രധാനമായിട്ട് നമ്മളെ പ്രായമാണ്, ഏജ്. പ്രായം കൂടുന്തോറും നമ്മൾ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടാറുണ്ട്. അപ്പോൾ കൂടുതൽ ഏജുള്ള പേഷ്യൻസിലാണ് ഈ പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ഒരു റിസ്ക് ഉള്ളത്. രണ്ടാമത്തെ, ക്രോണിക് പാൻക്രിയറ്റൈറ്റിസിൻ്റെ ഹിസ്റ്ററി. ക്രോണിക് പാൻക്രിയറ്റൈറ്റിസ് പറഞ്ഞാൽ പാൻക്രിയാസിൻ്റെ ഒരു നീർക്കെട്ട്, ഒരു ഇൻഫ്ലമേഷൻ കുറേ പ്രാവശ്യം വന്നു പോയ ഒരു പേഷ്യൻറ്റിന്, എപ്പോഴും അതിൻ്റെ മേലെ ഒരു ഇഞ്ചുറി വരുന്ന ഒരു പേഷ്യൻറ്റിന്, അങ്ങനത്തെ പേഷ്യൻസിനാണ് ഒരു ഫ്യൂച്ചറിൽ പാൻക്രിയാറ്റിക് ക്യാൻസറായിട്ട് മാറാറ്. ഇതല്ലാതെ ബാക്കി ജീവിത ശൈലികളുണ്ട്. നമ്മൾ സ്മോക്കിംഗ് വളരെ ഒരു വലിയ റിസ്ക്കാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ വരാൻ. സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് 2 ഇരട്ടി ചാൻസാണ് ക്യാൻസർ ഒരു പാൻക്രിയാസിന് വരാൻ പോസിബിലിറ്റി. ഇതല്ലാതെ നമ്മൾക്ക് ആൽക്കഹോൾ ഓൾസോ, എക്സസീവ് ആൽക്കഹോൾ, കൂടുതലായിട്ട് മദ്യപാനം പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ഒരു റിസ്ക്കാണ്. പിന്നെ വരുന്ന പാരമ്പര്യമായിട്ട് ചില പേർക്ക്, ചില കുടുംബങ്ങളിൽ, പക്ഷേ അത് ഒരു 5% പാൻക്രിയാറ്റിക് ക്യാൻസറിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ പാരമ്പര്യമായിട്ട് റിസ്ക് വരാനുള്ള ചാൻസും ഉണ്ട്. ലാസ്റ്റിലാണ് നമ്മൾ വെയിറ്റ് കൂടുതലായ ആൾക്കാർക്കും കൂടുതൽ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഈ പാൻക്രിയാറ്റിക്കിൻ്റെ ക്യാൻസറിൻ്റെ ഒരു ചെറിയൊരു റിസ്ക് കൂടാറുണ്ട്.